പ്രേക്ഷകർ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ ബോട്ട് റേസ് എന്ന് പറയുന്നത് ഈ ഓട്ടമത്സരം പോലെ ആദ്യത്തെ ദിവസം പേരെടുത്ത് ആരൊക്കെ മത്സരിക്കുന്നു ആ പരിപാടിയല്ല. അതിന് കുറേ നാളുകൾ, ഒരിക്കലും 3 മാസം 4 മാസം നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടികളുണ്ട് അല്ലേ? തയ്യാറെടുപ്പുണ്ട് തീർച്ചയായിട്ടും അല്ലേ? വള്ളം ഒരുക്കുന്നത് മുതൽ, വള്ളക്കാരെ ഒരുക്കുന്നത് മുതൽ, തുഴക്കാരെ ഒരുക്കുന്നത് മുതൽ, നീറ്റിലിറങ്ങുന്നതിന് മുൻപ് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. നമ്മൾ കാര്യം പറഞ്ഞ് ഇവരുടെ പരിശീലനത്തിൽ നമ്മൾ താമസപ്പെടുത്തുന്നില്ല. മാത്രമല്ല മറ്റ് കരകളിലേക്ക് കൂടി നമുക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ ചടങ്ങുകൾ, ആചാരങ്ങൾ പെട്ടെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ എത്ര സമയമാണ് നമ്മൾ ഇതിൻ്റെ ഈ ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നത്? എത്ര മണിക്ക് തുടങ്ങും, എത്ര മണിക്ക് അവസാനിക്കും? രാവിലെ 7 മണിക്കാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിരുന്നത്. സാധാരണഗതിയിൽ ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. രാവിലത്തെ പ്രാക്ടീസ് വള്ളത്തിലായിരിക്കും, ചിലപ്പോൾ ഫിസിക്കലായിരിക്കും. വള്ളത്തിലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ റെസ്റ്റാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, പിന്നെ റെസ്റ്റ്. വൈകുന്നേരമാണ് പിന്നീട് രണ്ടാമതുള്ള സെഷൻ വരുന്നത്. ഈ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും കൂട്ടും? അങ്ങനെ കുറച്ച് പിള്ളേർ പരിശീലനം കൊടുക്കും, റെസ്റ്റ് ആണെങ്കിൽ കൊള്ളാം. അല്ല ഗംഭീര ഫുഡാ അല്ലേ? അതെ, അടിപൊളി ഫുഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ദിവസത്തിന് വേണ്ടി തന്നെ ഏകദേശം ഒരു 10,000-40,000 രൂപ ചിലവഴിച്ചാണ് ഞങ്ങൾ ഈ ഫുഡ് ഇത്രയും പേർക്കുള്ളത്. ഒരു ദിവസത്തെ തന്നെ, ഒരു ദിവസത്തിന് 40,000 രൂപ ചിലവ് ഭക്ഷണത്തിന് വേണ്ടി മാത്രം വരും അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവുക? രാവിലെ അടുക്കള ഒരുങ്ങിക്കഴിഞ്ഞു, അടുക്കളയിലേക്ക് കൂടി പോയി കാണാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ താരങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടാൽ നമുക്ക് നന്നായിരിക്കും. എല്ലാവരും നമ്മുടെ ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്, കഴിഞ്ഞ തവണ ഇറങ്ങി അതേ ടീമാണോ ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്? കുറച്ച് മാറ്റമുണ്ട്. നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാളികൾ മാത്രമാണ്. ഒരു അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള ഒരു തുഴച്ചിക്കാർ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തുഴച്ചിക്കാരില്ല. മലയാളികളെ ഞങ്ങൾ പ്രൊഫഷണൽ തുഴച്ചിക്കാരാക്കി മാറ്റിയിരിക്കുക എന്നുള്ളതാണ്. ആണോ? അത്ര വിശ്വാസമാണോ? നല്ല ബീഹാറും പഞ്ചാബുകാരും ഒക്കെ നല്ല മസിലൊക്കെ പിരിപ്പിച്ചിറങ്ങും. അതൊന്നും ഒരു കുഴപ്പമില്ല. 28-ാം തീയതി വൈകുന്നേരം അവിടെ ഒരു കൊടി പാറുന്നുണ്ടെങ്കിൽ PBC പള്ളാത്തുരുത്തിയുടെ മാത്രമായിരിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്ന UPC കൈനകരിയുടെ നെഞ്ചിടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കുമരകട്ടോൺപിളയ്ക്ക് വേണ്ടി നിങ്ങൾ നെഞ്ചിടിക്കേണ്ട, നിങ്ങൾ പൊരുതു അല്ലേ? നമ്മൾ പുന്നമടക്കായലിൽ തീപിടിപ്പിക്കാൻ പോകുന്ന താരങ്ങളാണ് ഇവർ. നമുക്ക് എല്ലാവരും പരിചയപ്പെടാനൊന്നും സമയമില്ല. എത്ര പേരെ മൊത്തം ഉണ്ടാവുക? 95 100 120 പേരുണ്ട് ക്യാമ്പിൽ. തുടച്ചിക്കാർ വള്ളത്തിൽ കയറുന്നത് 80 പേരെ കയറുന്നു. 80 പേര് വള്ളത്തിൽ കയറും അല്ലേ? ആ 80 പേരാണ് മത്സരിക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ലോകത്ത് ഇങ്ങനെയൊരു വാട്ടർ സ്പോർട്ട് മറ്റൊരിടത്തും കാണാൻ പറ്റില്ല. 80 പേര് വീതം 4 വള്ളങ്ങളിൽ 320 പേര്, ഏകദേശം 400 പേര് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരേ ഒരു മത്സരം ലോകത്തിലുള്ളതിന്റെ പേരാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഈ ക്യാമ്പിൽ അടുക്കളയിലൊക്കെ ഒന്ന് പോകാം. എവിടെ വന്നാലും അടുക്കള വിട്ടൊരു കണ്ണിയില്ലല്ലോ. നമുക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആചാരനിഷ്ഠമായിട്ടുള്ള വള്ളംകളി മത്സരത്തിലാണ് തുടക്കമാവുക. ഒരുപാട് പ്രാർത്ഥനയുണ്ട്, വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഇതൊന്നും പറ്റത്തില്ല, ഇവിടെ ആ പരിപാടിയില്ല. ഈ സംഭവം ക്യാമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ബാൻ, ടോട്ടലി ബാൻഡ് അല്ലേ? ഞാൻ അങ്ങോട്ട് തന്നെ ചോദിച്ചു. ഈ ഭീഷ എടുക്കാത്ത ചെക്കൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന കാര്യം അല്ലേ? എന്താ പേര്? അഭിരാം. ഓക്കെ. അപ്പോൾ മാത്രമല്ല ഒരു തരത്തിലുള്ള സാമൂഹികമായിട്ടും ഒക്കെ വളരെ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാണ്. പല ജാതിയിൽ, മതത്തിൽ, കരകളിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മലയാളികളെ മാത്രം അണിനിരത്തിയാണ് ഇത്തവണ കാരിച്ചാൽ ചുണ്ടനെ തീപിടിപ്പിക്കാൻ വേണ്ടി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ തവണത്തെ നെഹ്റു ട്രോഫി ചുമലിലേറ്റിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലെ ക്യാമ്പിലാണ്. ആ ക്യാമ്പിലെ അടുക്കള താരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വ്രതാനുഷ്ഠാനമായ ചടങ്ങുകളോടുകൂടിയാണ് ക്യാമ്പ് ആരംഭിക്കുന്നതും. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം വൈകുന്നേരം ഒരു സെഷൻ ഉണ്ട്. എത്ര മണിക്കൂർ ഉണ്ടാവും വൈകുന്നേരം? ഒരു 2-2.5 മണിക്കൂർ ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ 40 ദിവസം മൊത്തം നീണ്ടു നിൽക്കുമോ ട്രെയിനിങ്? തീർച്ചയായിട്ടും. ഓരോ സീസണിലും ഓരോ ദിവസം ഒരു 30 ദിവസം അല്ല 35 ദിവസം 40 ദിവസം അങ്ങനെയൊക്കെയാണ് ക്യാമ്പ് ഇടുന്നത്. അത് നമ്മളെ തുഴച്ചിക്കാരെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ നമ്മൾ ഏകദേശം ഒരു 32 ദിവസം കഴിഞ്ഞപ്പോഴാണ് വള്ളംകളി മാറ്റിവെച്ചത്. ഓക്കെ. ഇത്തവണ നിങ്ങൾ എന്തുകൊണ്ടാണ് കാരിച്ചാൽ എടുത്തത്? കഴിഞ്ഞ തവണ വിയപുരമായിരുന്നു. ഓരോ വർഷവും നിങ്ങൾ ചുണ്ടൻ മാറും. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഈ 2018 മുതൽ ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്ന വള്ളങ്ങൾ മുഴുവൻ ഓരോ വള്ളങ്ങളിലാണ്. ഓരോ വർഷവും ജയിക്കുന്നത് ഓരോ വള്ളങ്ങളിലാണ്. നിങ്ങളുടെ ഈ വിജയത്തിന്റെ സീക്രട്ട് എന്താ? ഞങ്ങളുടെ വിജയത്തിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്, കഠിന അധ്വാനം. ശരിക്കും പിള്ളേരെ വറുത്തെടുക്കും. രണ്ടുപേരും ആണോ? തരും. രണ്ടുപേരും